ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. സോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയും കൂടിയിട്ട് എന്ത് ചെയ്യാം, ഒരു ബ്രൈഡ് ടു ബി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള ഇപ്പം ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയി ആകെ 2-3 ആൾക്കാരുള്ളൂ. പക്ഷേ ഈ മഴ കാരണം പനി പിടിച്ചോലും അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ മഴനെയും കരുതിങ്ങാണ്ട് ഓൾക്ക് ബ്രൈഡ് ടു ബി കൊടുക്കാതിരുന്ന മോശമല്ലേ. നമ്മളെ കാത്ത് മഴ നിൽക്കുക അങ്ങനെ എന്തൊരു ചൊല്ലുണ്ടല്ലോ. അതായത് മഴ പോണത് കരുതിങ്ങാണ്ട് കല്യാണം നീളൂലല്ലോ, കല്യാണം ഓൺ ദ ടൈമിൽ നടക്കുമല്ലോ. സോ നമ്മളെന്ത് വിചാരിച്ചു, അവൾക്ക് ഉള്ളോല് വെച്ചിട്ട് ഒരു ചെറിയ ഹാപ്പിനെസ്, ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ ബ്രൈഡ് ടു ബി കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മളൊരു ഔട്ട്ഫിറ്റ് ലുക്ക് എന്ന് പറയുന്നത് മീൻസ് ഒരു തീം എന്ന് പറയുന്നത് പേസ്റ്റൽ കളേഴ്സാണ്. സോ എൻ്റെ അടുത്ത് പേസ്റ്റൽ കളേഴ്സ് കുറവാ ഉണ്ട്, ചുരിദാർ അങ്ങനത്തെ ഐറ്റംസൊക്കെ. പക്ഷേ ചുരിദാറിനെക്കാട്ടിലും അഥവാ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് ചെന്ന് ചിലപ്പോൾ ബ്രൈഡിനെക്കാട്ടിലും ചുറുക്കൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ ആ ബ്രൈഡിനൊരു എന്താ പറയുക, ഒരു സുഖമില്ലായ്മയ്ക്കാണ്. സോ ഞാൻ എങ്ങനെ ആയാലും കുഴപ്പമില്ല, ബ്രൈഡ് അടിപൊളിയായിരിക്കണം എന്നല്ലേ നമുക്ക്. സോ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ അടുത്തുള്ളൊരു വൈറ്റും അതേപോലെ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്ന പോലത്തെ ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഷാള് മാറ്റും, വൈറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെയർ ചെയ്യും. ഐ തിങ്ക് ഈ ഒരു കളർ ഇതൊക്കെ മാച്ചല്ല തോന്നുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ സൂര്യനെയൊക്കെ ഒന്ന് കാണുന്നത്, ഇപ്പോഴും മഴ ആയതുകൊണ്ട്. സോ സൂര്യനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ എടുത്ത് വാരിയതാണ് ഗൈസ്. നമുക്ക് കുറേ നേരം സംസാരിച്ച് ബോറടിപ്പിച്ച് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ഫേസർ ഇടാം. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര ലാഗായിപ്പോയി, അപ്പോൾ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ എൻ്റെ നല്ല മനസ്സ് കാണണം. സോ നമ്മൾ നല്ലോണം സെറം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. സോ അടുത്ത പരിപാടി എന്താ വെച്ചാൽ മോയ്സ്ചറൈസറാണ്. സോ നമുക്ക് സെറം അപ്ലൈ ചെയ്ത പോലെ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഹൈഡ്രേറ്റീവ് ആയിട്ടിരിക്കണ്ടേ. സോ ഞാൻ അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ഹൈഡ്രേറ്റീവായിട്ട് നിന്നോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ പോവല്ലേ. സോ ഞാൻ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി തരാമെന്ന് വിചാരിച്ചു. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൺ കിസ്സസ് ആയിട്ടുള്ള കുറച്ച് ക്യൂട്ട്നെസ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. ഞാൻ അങ്ങനെ മിനിമലായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്, റുട്ടീൻ മാത്രമാണ്, അല്ലാതെ ഫൗണ്ടേഷൻ അങ്ങനെ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എനിവേ നമ്മൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കണ്ണുമ്പോൾ കുറച്ച് മിനുക്ക് പണി, ചുണ്ടിൽ കുറച്ച് മിനുക്ക് പണികളും ചെയ്താൽ ഹെയറും സെറ്റ് ചെയ്ത് നമ്മളെ മേക്കപ്പ് ഇവിടെ പരിപാടി കഴിയും ഗൈസ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ണിൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു മേക്ക് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അത്ര ഹൈലൈറ്റ് ചെയ്യുന്നില്ല, നമ്മൾ സ്കിൻ ടോണിന് പറ്റുന്ന തന്നെ ചെറിയൊരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐലൈനർ, മസ്കാര, അങ്ങനെ സിമ്പിളാണ്, ഒക്കെ സിമ്പിളാണ്. ഞാൻ സിമ്പിളിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഗൈസ്, നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു കുറച്ച് മിനിമൽ പ്രോഡക്റ്റ് വെച്ചിട്ട്. സോ അടുത്ത് ഞാൻ ബ്ലഷ് തുറക്കാനുള്ള കോപ്രായങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കയ്യുമ്പോൾ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ടുകൊണ്ട് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ബ്ലഷ് ഞാൻ അത്യാവശ്യം അപ്ലൈ ചെയ്യും ഗൈസ്. എന്താണെന്നറിയില്ല, എനിക്ക് ബ്ലഷ് ഇട്ടിട്ട് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ക്യാമറയിലൂടെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. സോ സൂര്യനെ കൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് അടുത്തത് ഐലൈനർ അപ്ലൈ ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ഐലൈനർ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. സോ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളൂ. സോ നമുക്ക് എന്തായാലും മസ്കാരയൊക്കെ അപ്ലൈ ചെയ്യാം. മസ്കാരയും അതേപോലെ ബ്ലഷൊക്കെ എനിക്ക് നിർബന്ധമാണ് ഗൈസ്. അത് ഞാൻ ഒന്നിട്ടില്ലെങ്കിൽ ഇത് രണ്ടും എനിക്ക് നിർബന്ധമാണ്. എന്താ എനിക്കറിയില്ല, ഒരു മസ്കാര ആൻഡ് ബ്ലഷ് ലവറാണ് തോന്നുന്നത് ഞാൻ. അടുത്തത് നമുക്ക് ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കാം. സോ ലിപ്പ് ലൈനറും കാര്യങ്ങളും ലിപ്സ്റ്റിക്കും ഇട്ടാൽ നമ്മൾ ഏകദേശ പരിപാടികളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പരിപാടി പറഞ്ഞാൽ ഹെയർ സെറ്റ് ചെയ്യലൊക്കെയാണ്. സോ നമുക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഞാൻ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ ലിപ്പ് ലൈനറും അതുപോലെ തന്നെ മാസിൻ്റെ ലിപ്സ്റ്റിക്കുമാണ്. ലിപ്സ്റ്റിക്കൊക്കെ ഏകദേശം പൊട്ടി പാളീസായിട്ടുണ്ട്, പക്ഷേ അത്യാവശ്യം അതിലുണ്ട്. അതിൻ്റെ ഒരു കയ്യബദ്ധത്തിൽ മിസ്റ്റേക്കായി പോയതാണ്. സോ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ഡൗൺ ചെയ്യണം. എനിവേ നമുക്ക് കുറച്ചുകൂടി ബ്ലഷ് ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ബ്ലഷ് എനിക്ക് എപ്പോഴും ഒരു മാനസികമാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. സോ നമ്മളെന്തായാലും
ബ്ലഷും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഇട്ട് കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഹെയറും കൂടി സെറ്റ് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. സോ നമുക്ക് എന്ത് ചെയ്യാം, മുടിയൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. എനിക്കിങ്ങനെ മിററിൽ നോക്കി ചെയ്യണം ഹെയറും കാര്യങ്ങളൊക്കെ. പറയുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ, എന്നാലും എനിക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഗൈസ്. നമുക്ക് എന്ത് ചെയ്യാം, ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, നമ്മുടെ ഹെയർ സ്റ്റൈൽ വരുന്നത് ഇങ്ങനെയാണ്. നമ്മളല്ലേ ഹെയർ സ്റ്റൈലിമൊന്നും ചെയ്യാനൊന്നുമില്ല ഗൈസ്, ആൾവേസ് സെയിം ഹെയർ സ്റ്റൈൽ. സോ എൻ്റെ സിമ്പിൾ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിവേ നമുക്കിനി കുണിഞ്ഞ് നിൽക്കുന്ന സമയമില്ല. ദേ വർ വെയിറ്റിംഗ് ദെയർ. സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോവാം. ഓക്കെ. നമ്മൾ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, കുട്ടിയെ ഈ ഷാൾ ആ ഡ്രസ്സൊക്കെ മാച്ചില്ലാണ്. പിന്നെ ഉമ്മാൻ്റെ അഭിപ്രായം നമ്മൾ പരിഗണിച്ച് ഷാൾ മാറ്റി കഴിച്ചു. നമ്മൾ വെള്ള ഷാൾ ഇട്ടു. അങ്ങനെ ഞാൻ സ്കൂട്ടിമേണ് കാരിക്ക് പോയത്. അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. കാരണം മഴ ആയതുകൊണ്ട് എപ്പോൾ വേണേലും ചതിക്കാം. സോ ചെന്നൊരു 5 മിനിറ്റ് ആയപ്പോൾ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി മണ്ണാർക്കാട് എത്തി. മണ്ണാർക്കാടാണ് നമ്മളെ പരിപാടി. സോ ഞാൻ അവിടെ നിന്ന് കേക്കും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഓല് വരുമ്പോഴത്തേനൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേനും എല്ലാവരും എത്തിയിരുന്നു. സോ നമ്മൾ ആദ്യം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു വെയിറ്റ് ചെയ്ത്. സോ ഇതാണ് നമ്മുടെ ബ്രൈഡ് വരുന്നത്. ഇവൾക്കാണ് നമ്മൾ ബ്രൈഡ് ടു ബി കൊടുക്കുന്നത്. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓരോ ഫലോദിയും ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബ്രൈഡിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനർജി വേണ്ടേ. അപ്പോൾ ബ്രൈഡിന് ഫോട്ടോ എടുക്കണം, നമുക്ക് എനർജി വേണ്ടേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയും കണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പെറുക്കി കൂട്ടി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഗൈസ്. ഞങ്ങൾ ഉള്ളോളെ വെച്ച് ഓണം പോലെ ഞങ്ങൾ പരിപാടി ഉഷാറാക്കി. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു, ഫലൂതിയും അതേപോലെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ അത് കുറിച്ച് ഫോട്ടോഷൂട്ടിന് ഇറങ്ങി. പുറത്തൊരു മഴക്ക് കുറവുണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുറത്തുനിന്ന് കുറച്ച് ഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ കേക്ക് വരുന്നത്. ബ്രൈഡ് ബൊക്കയെ കുറിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഫോട്ടോഗ്രാഫർ. എന്ത് ചെയ്യുക, എല്ലാവർക്കും എന്നെ മതി. സോ നമ്മളിത് അവൾ ഫോട്ടോ ഒക്കെ എടുത്ത് ആകെ ക്ഷീണിച്ച് മാടിപ്പൊക്കി വരുന്നുണ്ട് ഗൈസ്. മഴ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല ചളി ആയതുകൊണ്ട് ഡ്രസ്സ് വൈറ്റ് ആയതുകൊണ്ടും നമ്മൾ നല്ല കെയർ ചെയ്യണമല്ലോ. ബ്രൈഡ് ടു ബി ഇപ്പോൾ കഴിയും. ചളിയായ വീട്ടിൽ ചെന്നാൽ നമ്മൾ തന്നെ കഴുകേണ്ടതല്ലേ. അപ്പോൾ ഓൾ നല്ല കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി വീണ്ടും ഫുഡ് കഴിച്ചു. ഫ്രൈഡ് ചിക്കനും നഗറ്റ്സൊക്കെ. അത് കഴിച്ച് ഞങ്ങൾ ഇനി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ബ്രൈഡിൻ്റെ ഹാപ്പിനെസ് എന്തായിരിക്കും എന്ന് നമുക്ക് ചോദിക്കാമല്ലോ. സോ ആൾ നല്ല ഹാപ്പി ആയിരുന്നു. കുറച്ചാൾ വെച്ചിട്ടാണെങ്കിലും നമ്മൾ പരിപാടി സെറ്റ് ചെയ്തല്ലോ. ആ പൊലിവിലോട് താഴത്തേക്ക് ഫോണിട്ട് പൊട്ടിച്ചു ഗൈസ്. എന്ത് ചെയ്യണം. എനിവേ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ്. സോ നമ്മൾ ഉള്ളോലെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആളെന്തായാലും ഹാപ്പിയാണ്. നമുക്കും അത് തന്നെയല്ലേ വേണ്ടത്. കല്യാണത്തിന് ഏകദേശം ഇനി 2-3 ദിവസമേ ഉള്ളൂ. എന്തായാലും നമുക്ക് കല്യാണ വീഡിയോസും അതേപോലെ തലേന്നുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബായ്.